വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ നമ്മുടെ ക്രിസ്മസ് സീരീസിലെ 4ാമത്തെ റെസിപ്പിയാണ് കേട്ടോ നോക്കുന്നത്. നല്ല മൊരിഞ്ഞിരിക്കുന്ന പൂ പോലത്തെ പാലപ്പം. നമ്മുടെ ക്രിസ്മസ് ദിവസങ്ങളിൽ രാവിലെയുള്ള മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പാലപ്പവും സ്റ്റൂവും, അല്ലെങ്കിൽ ബീഫ് സ്റ്റൂ, മട്ടൺ സ്റ്റൂ, ചിക്കൻ സ്റ്റൂ, അല്ലെങ്കിൽ എഗ് റോസ്റ്റ്, നല്ല നാടൻ ചിക്കൻ കറി, എല്ലാം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ഐ ആം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് കിച്ചൺ. അപ്പോൾ ഇതൊക്കെയാണ് പാലപ്പം ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. നമുക്ക് 2 കപ്പ് അരിപ്പൊടി വേണം, 1 കപ്പ് തേങ്ങാപ്പാൽ വേണം, 1.5 കപ്പ് ചിരകിയ തേങ്ങ. ഈ ചിരകിയ തേങ്ങയും തേങ്ങാപ്പാലും ഒന്നിച്ച് ആക്ച്വലി ആവശ്യമില്ല, പക്ഷെ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് കിട്ടും. ചിരകിയ തേങ്ങ ഒരു തരിതരിപ്പിനും നല്ലതാണേ. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഡ്രൈ ഈസ്റ്റ്. ഇത്രയാണ് പാലപ്പത്തിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. നമുക്കിതിനെ അരച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഇതിന്റെ ഹാഫ് പോർഷൻ ഒഴിക്കുന്നുണ്ട്. മൊത്തം എത്ര ആയെന്ന് ഞാൻ അവസാനം പറയാം, ക്വാണ്ടിറ്റി. അപ്പൊ നമുക്കിത് അരച്ചെടുത്തോണ്ട് വരാം. അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കപ്പി കാച്ചിയെടുക്കാം. കപ്പി കാച്ചുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതുപോലെ ഒരു വലിയ തവി എടുക്കുക, ഒരു പാനിലേക്ക് ഒഴിക്കുക. നോൺ സ്റ്റിക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാത്ത പാത്രം വേണമെന്ന് ശ്രദ്ധിക്കണേ. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കപ്പി കാച്ചിയത് റെഡിയാവും. ഒന്ന് കുറുകി വരും. അപ്പം ഇത് സോഫ്റ്റ് ആകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണേ. ഇനി കപ്പി കാച്ചാൻ മടിയുള്ളവർ വെന്തിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുത്താൽ മതി, ചോറ്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതാണ് കേട്ടോ അതിന്റെ പാകം. ഇതുപോലെ കുറുകി വരണം. ഒരു കുറുക്കിന്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അതുപോലെ തോന്നണേ. ഇനി ഇതിന്റെ ചൂടൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആറട്ടെ. ഈ മാവിനകത്തുനിന്ന് ഒരു 2 തവി മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. കപ്പി കാച്ചിയത് ആറിയിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അരച്ചിട്ട് വരാം. ഇത് നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാവേ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ ഇരിക്കുന്നത്. ഇതിന്റെ ഫെർമെന്റേഷൻ ടൈമൊക്കെ ഓരോ സ്ഥലത്തെയും വെതർ അനുസരിച്ച് മാറ്റം വരും കേട്ടോ. എനിക്കിവിടെ ബാംഗ്ലൂർ ഒരു 3 to 4 hours ഒക്കെ ആകുന്നതാണ്. നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവൻ്റെ അകത്തൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്കിത് ഫെർമെന്റ് ആയ ശേഷം കാണാട്ടോ. അങ്ങനെ നമ്മുടെ പാലപ്പത്തിന്റെ മാവ് ഇവിടെ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. എനിക്കിവിടെ ഏകദേശം ഒരു 3 മണിക്കൂർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ആ തേങ്ങാപ്പാലിന്റെ അളവ് പറയാൻ മറന്നുപോയായിരുന്നേ. ഞാനിവിടെ ഏകദേശം 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, കാരണം ഓൾറെഡി നമ്മൾ തേങ്ങാപ്പീര ചേർക്കുന്നുണ്ടല്ലോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി നമുക്ക് അപ്പം ചുട്ടാലോ. അപ്പോൾ നമ്മുടെ സൈഡൊക്കെ മൊരിഞ്ഞ് നടുക്കിങ്ങനെ പൂ പോലുള്ള പാലപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വരുന്ന ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.